കാണാൻ പറ്റുന്നുണ്ടോ? പറ്റും. ശംഖുവരൻ തന്നെ അല്ലേ? അതെ. വലുതാണോ? വലുതാ. നമ്മുടെ കൊല്ലകടവ് കടയ്ക്കാട് ഭാഗത്ത് ഒരു വീട്ടിൽ പാമ്പ് കയറി കേട്ടോ. ശംഖുവരനാണ്. നമ്മുടെ സ്നേക്ക് റെസ്ക്യൂ സാം ചെങ്ങന്നൂർ ചേട്ടന് വന്നിട്ടുണ്ട്, നമ്മളോടൊപ്പം ഉണ്ട്. ഇന്നലെ വിളിച്ച കേസാണ്. ഇന്നലെ വൈകിട്ട് വിളിച്ചപ്പം ഇവിടെ മഴയല്ല, നല്ല മഴയായിരുന്നു. അത് കാരണം പിന്നെ കിണറ്റിനകത്തല്ലേ, ഞാൻ പറഞ്ഞത് ഇന്ന് വരാമെന്ന് പറഞ്ഞു രാവിലെ. ശംഖുവരനല്ലേ? അതെ, ഇവിടെ വന്ന് നോക്കിയപ്പം ആള് നമ്മുടെ ശംഖുവരനാണ്. നമ്മുടെ കോമൺ ക്രേറ്റ് എന്നൊക്കെ പറയുന്ന നമ്മുടെ നല്ല വിഷം തീവ്രതയുള്ള വിഷമുള്ള. ഇപ്പൊ രണ്ട് കുട്ടികളെ, ഒരു കുട്ടി മരിച്ച ഇത് കടിച്ചിട്ട്. അതെ. ഈ പാമ്പിന്റെ കുഞ്ഞ് കടിച്ചിട്ടായിരുന്നു ഇപ്പൊ ഈ രണ്ട് പിള്ളേർ മരിച്ചത്. ഇത് അത്യാവശ്യം വലിപ്പമുള്ളതാണല്ലേ? ഇത് അതിന്റെ മാക്സിമം സൈസ് ഒക്കെയാ. നമുക്ക് നോക്കാം. വലിപ്പമുള്ള കിണറിലാണ് കേട്ടോ, കിണറിനകത്താണ്. ഇങ്ങനെ കാണാൻ പറ്റുമോ എന്ന് അറിയത്തില്ല, നമുക്ക് കാണിച്ചു തരാൻ നോക്കാം. കിടക്കുകയാണ് നല്ലത്, കിടക്കുന്നതാണ്. പഠിക്കാൻ കിട്ടുന്നുണ്ടോ ചേട്ടാ? മൊബൈലിൽ എന്താ ചെയ്യുന്നത്? ഇത് നമ്മുടെ സർപ്പാന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ കാണുന്ന പാമ്പുകളൊക്കെ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യും. പിടിക്കുന്നതിന് റിപ്പോർട്ട് ചെയ്യും. ഇരിക്കുന്ന സാഹചര്യം, അതുപോലെ ഇവിടുത്തെ സാഹചര്യം, പാമ്പ് ഏതാണെന്നും എന്നൊക്കെ പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യും. ഇത് ഏത് പാമ്പാന്ന് പറഞ്ഞ്. ഇത് നമ്മുടെ കോമൺ ക്രേറ്റ് അല്ലേ? കോമൺ ക്രേറ്റ്. വനംവകുപ്പ്. അപ്പോൾ ഇവർക്ക് ലൊക്കേഷൻ എല്ലാം കിട്ടിക്കഴിയും. നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ GPS റിപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ പഴയ പോലൊന്നും അല്ല, ഇതിനെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. എന്നിട്ട് ഇതിനെ കൊണ്ടുപോകുന്നതും എല്ലാം റെക്കോർഡിക്കലാണ്. പഴയ പോലെ ചിലർ പറയും ഇതിനെ കൊണ്ടത് അവിടെ ഇവിടെ വിടും, അങ്ങനൊന്നും ഇല്ല. ഇതിനെ എടുത്തോട്ട് പോകുന്നതും എല്ലാം അങ്ങനൊന്നും ഇല്ല. ഇത് നമ്മളോട് ഇപ്പോൾ പിടിച്ചിട്ട് അവർ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് വിടുന്നതും എല്ലാം ഇതിനകത്ത് റെക്കോർഡാണ്. എല്ലാം അതിനകത്ത് കാട്ടിൽ തന്നെ കൊണ്ടുവിടുന്നല്ലേ? റെക്കോർഡ് അവർ ഉൾവനത്തിൽ തന്നെ കൊണ്ടുവിടുന്നത്. എല്ലാം GPS വഴിയാണ്. എല്ലാം GPS കൊണ്ടുവിടുന്നത് എല്ലാം. പഴയ പോലല്ല, പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്കിനകത്ത് എഴുതുമായിരുന്നു ചെയ്യുന്നത്. ഇപ്പം അങ്ങനെയൊന്നും അല്ല, അവരുടെ ആപ്പുണ്ട്, ലൊക്കേഷനും എല്ലാം കിട്ടും. നമ്മളിപ്പോൾ ഇവിടുന്ന് കിട്ടുന്ന അവർക്ക് ലൊക്കേഷനൊക്കെ ഒക്കെ ചെന്ന് കഴിയും. ഇതിനകത്തുണ്ട് എല്ലാം. അപ്പം അങ്ങനെയാണ് സംഭവങ്ങൾ. ശംഖുവരൻ എന്നൊക്കെ പറഞ്ഞ ആളാ. അതിൻ്റെ മാക്സിമം സൈസ് വലുപ്പമുണ്ട് കേട്ടോ. നന്നായിട്ട് റെസ്റ്റ് എടുക്കുക. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം, നമുക്ക് മേളിൽ നിന്ന് വേണേൽ ചപ്പിറക്കി കയറ്റാം. പക്ഷെ ഇവനങ്ങനെ മറ്റുള്ള മൂർഖൻ്റെ കൂട്ടൊന്നുമേ ചപ്പിനകത്ത് ഇരിക്കണമെന്നില്ല. പെട്ടെന്ന് ഇവിടെ വരെ വരുമ്പോൾ ചാടി പോവുകയും ചെയ്യും, പിന്നെ വെള്ളത്തിലോട്ട് വീഴും. പിന്നെ അത് തന്നെയല്ല, കൂടുതൽ അനക്കം കൊടുത്ത ചെറിയ മാളം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തൊക്കെ കയറിപ്പോവും. അങ്ങനെ എനിക്ക് പല അനുഭവങ്ങളുണ്ട്. അത് നമുക്ക് അവിട്ടൊന്നുകൂടെ ഇറങ്ങാം. ഇത് നല്ല വിശ്രമത്തിലാള്. ഇതാണ് ശംഖുവരൻ എന്നൊക്കെ പറഞ്ഞ ആള്. കാണാൻ പറ്റുന്നുണ്ടോ? പറ്റും. ശംഖുവരൻ തന്നെ അല്ലേ? അതെ. വലുതാണോ? വലുതാ. ഇതിന്റെ മാക്സിമം സൈസ് ഇതൊക്കെയാണ്. വെട്ട് പിടിക്കുമ്പോൾ ആള് അനങ്ങുന്നുണ്ട്, വയലാകുന്നുണ്ട്. ഇതാണ് ശംഖുവരൻ എന്ന് പറഞ്ഞത്. അത് എടുക്കാം. ഇങ്ങനെ ചാടി പോവും. കയറുമോ? അല്ല, ശല്യം തോന്നിക്കഴിഞ്ഞാൽ ചാടും കിടന്ന്. ആളിത്ര ആണെങ്കിലുണ്ടല്ലോ. നോക്കട്ടെ, അങ്ങനെ ഇരിക്കുവന്ന് കേട്ടോ. അദ്ദേഹമാണ് ആള്. വലിപ്പമുള്ളതല്ലേ? എന്താ വലിപ്പം പറയത്തില്ല, മുഖത്തിൻ്റെ കൂട്ടത്തിൽ മൊത്തം ആവത്തില്ല. സഞ്ചി മറ്റുള്ള പാമ്പിനോട്ട് ഇച്ചിരി വിരളിത്തരമുണ്ട്. അപ്പം അത് മിഷനൊക്കെ. ഈ ചേച്ചിയുടെ വീട്ടിലെ കിണറ്റിലാണ് ഈ പാമ്പ് ഇറങ്ങിയത്. ചേച്ചി, പാമ്പിനെ എങ്ങനെയാണ് കണ്ടത്? ഞാൻ വെള്ളം കോരാനായിട്ട് വന്ന് തൊട്ടിയെടുത്ത് ഇറക്കിയപ്പോഴാണ് കാണുന്നത്.
ഇങ്ങനൊരു എന്തോ ഒന്ന് ഇരിക്കുന്ന കണ്ടുകൊണ്ട് നോക്കിയതാ. ആ ആദ്യം വിചാരിച്ച ആമ വല്ലതും ആയിരിക്കുമെന്ന്. ആ പിന്നെ ശ്രദ്ധിച്ച് നോക്കിയോടനെ പാമ്പാണെന്ന് പാമ്പാണെന്ന് മനസ്സിലായി. മനസ്സിലായി. 13-ാം വാർഡിലെ കടയ്ക്കാട് ഭാഗത്താണ് കൊല്ലകടവ്, ചെറിയനാട് പഞ്ചായത്ത് 13-ാം വാർഡ് അല്ലേ? ശരി. സാം ചേട്ടാ, നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത്, ഈ പ്രാവശ്യം പാമ്പ് ഒരുപാട് കൂടുതലാണ്. കാരണം ചൂട് കൂടുതലാണ്. ഇപ്പം തന്നെ 37 ഡിഗ്രി അടുത്തൊക്കെ ഉണ്ടായിരുന്നു ചൂട്. അപ്പോൾ ഈ സാഹചര്യങ്ങളിലൊക്കെ ഇതിന് മാളത്തിലൊന്നും ഇരിക്കാൻ പറ്റാതെ തണുപ്പ് തേടി ചെടിച്ചട്ടിയെ, കിണറിൻ്റെ കര, വെള്ളം വീഴുന്ന ഭാഗങ്ങളെ തണുപ്പ് എവിടെ കിട്ടുന്നു അതുപോലെ വീടിൻ്റെ സൈഡിലൊക്കെ വിറക് അടുക്കി വെക്കുവോ, തൊണ്ടടുക്കി വെക്കുവോ, അങ്ങനെയൊക്കെ ഉള്ളിടത്തൊക്കെ വന്ന് കയറാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ചൂട് കൂടുതലായതുകൊണ്ട്. പിന്നെ പറയാനുള്ളത്, ഇപ്പോൾ കൂടുതലാന്ന് പറയാനുള്ള കാരണം മറ്റുള്ള ജീവികൾ കുറഞ്ഞിട്ടുണ്ട്. അതായത് ഉടുമ്പ്, കീരി, അങ്ങനെയൊക്കെയുള്ള ഇപ്പം വളരെ ചുരുക്കം. ഇപ്പം ഇപ്പം അപൂർവമായിട്ടാണ് കാണുന്നേ ഇല്ല. ഇപ്പം ഉടുമ്പിനെയൊക്കെ ഇപ്പം കാണാറില്ല. ഉടുമ്പൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പക്ക ശത്രു തന്നെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാളത്തിൽ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ മാളം തുറന്നു വരെ അത് പിടിക്കാറുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പം അതൊക്കെ വളരെ കുറവായതുകൊണ്ടും മറ്റേ ഉപ്പനെ ഇങ്ങനെയൊക്കെയുള്ളത്, ഇപ്പോൾ ഉപ്പനെ വളരെ അപൂർവമായിട്ടാണ് കാണുന്നത്. ഉപ്പൻ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പാമ്പിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ കൂടുതലും ഉപ്പൻ പിടിച്ച് തിന്നാറുണ്ട്. ഉപ്പൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാട്ടിലും അത് ഇവിടെയൊക്കെ നടക്കുന്നത് ചെമ്പോത്തെന്നൊക്കെ പറയുന്ന സാധനം. ആ ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ മിക്കവാറും അതാണ് ഒരു പരിധി വരെയൊക്കെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും ഇല്ല. പക്ഷിയെ ഇപ്പം കാണാനേ ഇല്ല. നമ്മളിവിടെ വളരെ ചുരുക്കമല്ലേ ഇപ്പം. അവിടെ കാണുന്നതിനായിട്ട് ഇപ്പോൾ കാണാറില്ല. അപ്പോൾ അതൊക്കെ കാരണം കൊണ്ടും ഇത് കൂടാ. അല്ലാതെ റെസ്ക്യൂർമാർ വിട്ട് അപ്പുറത്തോട്ട് വിടുന്നതല്ല. ഇതൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ട് അവർ തന്നെ വന്ന് കൊണ്ടുപോയി അതെല്ലാം റെക്കോർഡിക്കലായിട്ട് എല്ലാം റിപ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളാണ്. സാംചേട്ടൻ ഇപ്പോൾ ഏത് ഏരിയയൊക്കെയാണ് കവർ ചെയ്യുന്നത്? ഏത് ഏരിയയിലേക്ക് വിളിച്ചാൽ പോകാൻ പറ്റും? ഞാനിപ്പം കൂടുതലും ഇവിടെ വരാറുണ്ട്. മാവേലിക്കര വരാറുണ്ട്, കൊല്ലകടവ്, നമ്മുടെ പന്തളം, തിരുവല്ല, ചെങ്ങന്നൂര്, എലന്തൂര്, ഈ ഭാഗങ്ങളൊക്കെ ഞാൻ പോകാറുണ്ട്. ചെങ്ങന്നൂര്, മാന്നാറ്, ഈ ഭാഗങ്ങളിലൊക്കെ പോകാറുണ്ട്. ചേട്ടൻ നമ്പർ നമ്മുടെ വീഡിയോക്കകത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏത് സമയത്തും നമ്മൾ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ മാക്സിമം എല്ലാവരും സേവ് ചെയ്തു ഷെയർ ചെയ്ത് വെച്ചോളൂ. അതെ. അപ്പോൾ ചേട്ടൻ്റെ നമ്പർ നമ്മൾ ഈ വീഡിയോക്കകത്ത് കൊടുത്തേക്കാം. നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? നമ്പർ പറയാം. ഇത് 7025889191. എൻ്റെ പേര് സാം എന്നാണ്. ഞാൻ ചെങ്ങന്നൂർ നിവാസിയാണ്. ചെങ്ങന്നൂരാണ് എൻ്റെ വീട്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതുണ്ട്. ആൾക്കാർ പറയാറുണ്ട് നമ്മൾ ഇവിടുന്ന് പിടിച്ച് അങ്ങ് കാട്ടിക്കൊണ്ട് വിടുന്നു, പിന്നെ അത് ഒഴുക്ക തിങ്ങി വരുമെന്നൊക്കെ പറയും. അങ്ങനെയൊന്നും വരാറൊന്നുമില്ല. അതൊക്കെ ചുമ്മാ പറഞ്ഞാൽ. അങ്ങനെ വരാനാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് കടുവയും പുലിയും അതൊക്കെ ഒഴുകി പോന്നാൽ പോരെ. അങ്ങനൊന്നും വരുത്തൊന്നുമില്ല. വനത്തിൽ കൊണ്ട് വിടുന്നത് അവിടെ തന്നെയാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, എന്നാൽ